മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ മത്തായി അറിയിച്ച കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ജോൺ 23-ാമൻ മാർപ്പാപ്പ ആർച്ച് ബിഷപ്പായിരുന്ന കാലം ഒരിക്കൽ അദ്ദേഹം ഒരു വിരുന്നിൽ പങ്കെടുക്കുവാനിടയായി. പല പ്രമുഖ വ്യക്തികളും അതിഥികളായ സദസ്സിൽ ഒരു മാന്യ മഹിളയും ഉണ്ടായിരുന്നു. അവർ വസ്ത്രധാരണത്തിൽ ഒട്ടും ശ്രദ്ധിച്ചിരുന്നില്ല. അലക്ഷ്യമായി ധരിച്ച വസ്ത്രങ്ങൾക്കിടയിലൂടെ അവരുടെ നഗ്നത കുറെ ദൃശ്യമായിരുന്നു. ആ സ്ത്രീയെ ബോധവൽക്കരിക്കാൻ മാർപ്പാപ്പ ഒരു മാർഗം കണ്ടെത്തി. അദ്ദേഹം വിളമ്പുകാരനെ വിളിപ്പിച്ചു. ഒരു ആപ്പിൾ കൊണ്ടുവരൂ, അദ്ദേഹം പറഞ്ഞു. നിമിഷങ്ങൾക്ക് ആപ്പിൾ റെഡി. ആ പഴം സ്ത്രീയുടെ നേരെ നീട്ടി ബിഷപ്പ് പറഞ്ഞു, ഭവതിക്ക് വേണ്ടി കൊണ്ടുവന്നതാണിത്, സ്വീകരിച്ചാൽ. അവള് സന്തോഷപൂർവ്വം വാങ്ങി. ഇപ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അദ്ദേഹം എന്താണ് ചോദിക്കുന്നതെന്ന് വിരുന്നിൽ പങ്കെടുത്ത ആർക്കും മനസ്സിലായില്ല. ആ സ്ത്രീയും നന്നായി വിളറിയിട്ടുണ്ട്. ബിഷപ്പ് പറഞ്ഞു, ആപ്പിൾ തിന്നപ്പോഴാണ് ആദി മാതാവായ ഹൗവ സ്വയം തിരിച്ചറിഞ്ഞത്. ആ സ്ത്രീയുടെ ശിരസ് കുനിഞ്ഞപ്പോൾ അവിടെ ചിരിപ്പൂരം തകർക്കുകയായിരുന്നു. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ചിന്തയാണ് കർത്താവിന്റെ രാജ്യം നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം നമുക്ക് ലഭിക്കും. ആ ഒരു ബോധ്യം ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ, ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.